പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 59ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ആലുവയിൽ നിന്നുള്ള ഹീര എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഹീര. ചൊണങ്ങമ്പേലി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ ജൂനിയേഴ്സാണ്. ഞാൻ KG കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂരിൽ നിന്ന് പാസ് ഔട്ടായ വിദ്യാർത്ഥികളാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസനത്തിൽ നടത്തിയിട്ടുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം യുവജനതയുടെ ഇടയിൽ കൂടുതലായി പ്രചരിക്കപ്പെടുവാൻ പരിശുദ്ധ ദൈവമാതാവ് ആഗ്രഹിക്കുന്നു എന്ന് വെളിവാക്കുന്ന ഒരു സാക്ഷ്യമാണ്. കാരണം ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, തെലങ്കാനയിൽ നിന്നുള്ള നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനികൾ ഇവിടെ കൂട്ടമായി വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ഈ മകള് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനൊരു സാക്ഷ്യം എനിക്ക് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ. അതിനൊരു ഉത്തരം കൂടിയിട്ടാണ് ഈ മകളുടെ ബാച്ച്മേറ്റ്സുമായിട്ടല്ല, ജൂനിയേഴ്സായിട്ടുള്ള 3 കുഞ്ഞുങ്ങളുമായിട്ടാണ്, അതായത് പ്രാർത്ഥിക്കുന്ന കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ഒരുമിച്ച് അവരുടെ ഹോസ്റ്റലിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇവിടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഹീരയുടെ മെൻറ്റർ എന്ന് പറയുന്നത് അവളുടെ സ്വന്തം അമ്മയാണ്. ഇപ്പോൾ അമ്മ കൃപാസന മാതാവിനെ ഈ മകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഇപ്രകാരമാണ്: എന്തും ചോദിച്ചാൽ തരുന്ന ഒരു മാതാവ്. അങ്ങനെ എന്തും ചോദിച്ചാൽ തരുന്ന ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഈ മകള് പറയുന്നൊരു വിഷയം, ഈ മകളുടെ പീരീഡ്സ് കറക്റ്റല്ല, അപ്പം അത് ഒന്ന് റെഗുലറാക്കി തരണമെന്നാണ് പരിശുദ്ധ അമ്മയോട് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ഉടമ്പടിയുടെ ഒരു നിർദ്ദേശം എന്നോണം ഈ ഹീരയുടെ അമ്മ ഈ മകളോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ ഒരു കാര്യം പ്രത്യേകമായിട്ട് ചെയ്യണം. അതായത് ചെയ്യേണ്ട കാര്യം ഇപ്രകാരമാണ്: നീ ഇവിടെ നിന്ന് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി നീ പഠിക്കുന്ന നാട്ടിൽ തമിഴരുടെ ഇടയിൽ തമിഴ് പത്രം പോയി വാങ്ങിച്ച് വിതരണം ചെയ്യണം. ഇതാണ് അമ്മ പറഞ്ഞ ഒരു ഉടമ്പടി നിർദ്ദേശം. അപ്പോൾ ഈ നിർദ്ദേശത്തെ ഈ മകള് നിരാകരിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്ക് നാണക്കേടാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തമിഴ്നാട്ടിൽ എങ്ങനെ അവരുടെ അടുത്ത് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും? എനിക്ക് ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറ്റില്ല എന്ന് ഇവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ചേ പറഞ്ഞു. പക്ഷേ ഈ മകള് പഠന സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി വീണ്ടും തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കലശമായിട്ടുള്ള വയറുവേദന വരുന്നു. എന്ത് ചെയ്തിട്ടും അതിനൊരു ശമനം വരാണ്ടായപ്പോൾ അമ്മയുടെ അടുത്ത് ഫോൺ വിളിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. നീ മാതാവിനോട് സോറി പറഞ്ഞാൽ മതി, മാതാവ് അത് ശരിയാക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മുതൽ ഈ മകൾക്ക് വലിയൊരു റിലീഫ് കിട്ടുകയാണ് ഈ ഒരു വേദനയിൽ നിന്ന്. അപ്പോൾ ഈ മകൾക്ക് ആദ്യം ഒരു ചെറിയൊരു ദൈവാനുഭവം കൃപാസന മാതാവിൻ്റെ ലഭിക്കുകയാണ്. തുടർന്നുള്ള ദൈവാനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, പിന്നീട് കൃപാസനത്തിൻ്റെ തമിഴ് പത്രം വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയി പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് വിതരണം ചെയ്തു. അപ്പോൾ ആ വിതരണം ചെയ്യുന്ന സമയത്ത് വലിയൊരു ദൈവിക ഇടപെടലുകൾ ഈ മകൾക്ക് അനുഭവവേദ്യമാവുകയാണ്. തമിഴ് പത്രം അവിടെ ചെന്ന് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആൾക്കാരുണ്ട്, പക്ഷെ അവരെങ്ങനെ വാങ്ങും ഒന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് അവരുടെ അടുത്ത് എന്ത് പറയും, ഇതിനകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് പത്രം കൊണ്ട് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആലപ്പുഴയിൽ കൃപാസനം എന്നാണ് പേര്, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥന സഹായങ്ങൾ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആ ചേച്ചിയുടെ പുറകെ ഒരു കൂട്ടം ആൾക്കാരെ എൻ്റെ പുറകെ വന്നിട്ട് ആ പത്രം ഞങ്ങൾക്കും തരുമോ ചോദിച്ച് വാങ്ങിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഇതിന് നാണക്കേടൊന്നും വേണ്ട, ഞാൻ വിശ്വാസപ്രമാണം മാത്രം ചൊല്ലിയുള്ളൂ, എനിക്ക് ഇവിടെ നിന്ന് വേറെ ഒരു അനുഭവവും ഇല്ല, എൻ്റെ പീരീഡ്സ് മാത്രം. അത് എങ്ങനെയാണെന്നറിയില്ല, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് ഈ ഒരു പ്രായത്തിൽ ഒരു യൂത്തിന് കിട്ടുന്ന വലിയൊരു ചെറിയ എന്നാൽ വലിയ ദൈവാനുഭവം.
ഞാൻ പറഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, പിന്നീട് ഈ മകള് മരിയൻ ഉടമ്പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ മരിയൻ ഉടമ്പടിയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ മകൾ കൃപാസനത്തിലോട്ട് കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, ഈ പറഞ്ഞ നിബന്ധനകളൊന്നും എനിക്ക് പാലിക്കാൻ പറ്റത്തില്ല. പക്ഷേ അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുത്താൽ നല്ലതാണ്, ഉടമ്പടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ എടുക്ക് ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ അമ്മ മറുപടി പറഞ്ഞു. അങ്ങനെയാണ് അമ്മയുടെ കൂട്ടുകാരിനെയും കൂട്ടിക്കൊണ്ട് ഈ മകൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് യോഗ്യതയൊന്നും ഇല്ല എന്ന് കരുതിയെങ്കിലും പരിശുദ്ധ ദൈവമാതാവിനെയാണ് പ്രദക്ഷിണത്തിന് കിട്ടിയതെന്ന് പറയുന്നുണ്ട് ഈ മകള്. എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സിമ്പിൾ അതായിരുന്നു. തുടർന്ന് കുമ്പസാരി ചുരുങ്ങി മരിയൻ ഉടമ്പടിയൊക്കെ എടുത്ത് ഈ മകള് ബസ്സിലോട്ട് കയറുമ്പോഴാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണ ദൈവാനുഭവം. അത് ഇപ്രകാരമാണ് ഈ മകൾക്ക് ലഭിക്കുന്നത്. ഈ മകളുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിരുന്ന് ഈ മകളുടെ വിശേഷമൊക്കെ ചോദിക്കും, അമ്മ വന്നില്ലാലേ എന്ന് ചോദിക്കും. കാരണം അമ്മയാണ് സാധാരണ ഈ മകളെ ഇവിടെ കൊണ്ടുവരേണ്ടത്. കാരണം കൃപാസന മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് അമ്മയാണല്ലോ. അപ്പം അമ്മയ്ക്ക് അന്ന് ജോലി സംബന്ധമായിട്ട് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന സ്ത്രീ ചോദിക്കും, അതായത് ഈ ഇവിടെ വരുന്നതിനേക്കാളും വലുതാണോ ആ മകൾക്ക് ജോലി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അതൊരു താക്കീതാണ്, അമ്മയ്ക്ക് കൊടുത്തൊരു താക്കീതാണ്, സഞ്ചാരി മാതാവ് കൊടുത്ത താക്കീതാണ്. പിന്നീട് ഈ സ്ത്രീ ഈ മകളോട് പറയും, മാതാവ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ്, എനിക്ക് മനസ്സിലായില്ല, മാതാവ് ആയിരുന്നല്ലേ എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു മാതാവായിരുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായി മാതാവിനെ പിടിച്ചതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ മാതാവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആളിതൊക്കെ ചോദിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാന്ന് പറഞ്ഞു, ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് കയറിയതാണ്, ഞാനിവിടെ ഉടമ്പടി എടുത്ത കാര്യം ആൾക്കറിയില്ല, ഞാൻ മാതാവിനെ പിടിച്ച ആൾക്കറിയില്ല, പക്ഷെ ആളെൻ്റെ അടുത്ത് ചോദിച്ചത് നീ മാതാവായിരുന്നല്ലേ എന്നാണ്. അങ്ങനെ വളരെ പരിചയമുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് ആ സ്ത്രീ ഈ മകളോട് സംസാരിച്ചതെന്ന് ഈ മകൾ വീട്ടിൽ വരുമ്പോൾ അമ്മയോട് പറയുമ്പോൾ അമ്മയാണ് പറയുന്നത്, മോളെ അത് സഞ്ചാരി മാതാവായിരുന്നു, കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ്, അപ്പോൾ നീ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ നിൻ്റെ കൂടെ കൂടിയതാണ് പരിശുദ്ധ അമ്മ എന്ന് പറയും. ഇതാണ് ഈ മകളുടെ ഫസ്റ്റ് ദൈവാനുഭവം. ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ മകളുടെ യോഗ്യത നോക്കാതെയാണ് സഞ്ചാരി മാതാവ് ഈ മകളുടെ കൂടെ കൂടുന്നത്. അതിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനുണ്ട്. അത് പിന്നീട് ഈ മകൾ പറയുന്ന സാക്ഷ്യം നിങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ ഈ എപ്പിസോഡിൻ്റെ കൂടെ അത് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കേൾക്കണം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നീട് ഈ മകൾ കോളേജിലോട്ട് തിരിച്ചു പോകുന്നു. ആദ്യം ഈ മകൾ ഒറ്റയ്ക്കാണ് പ്രാർത്ഥനയൊക്കെ ആരംഭിക്കുന്നത്. തുടർന്ന് ഈ മകൾ ഒത്തിരി പേരെ കൂടെ കൂട്ടുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. പരിശുദ്ധ അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് വെളിവാക്കുന്നതാണ് ഈ സാക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഈ മകൾ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തെടുക്കുകയാണ്, അതായത് ഉടമ്പടി ഗ്രൂപ്പ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനും ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ഒരു ഗ്രൂപ്പ് ആ ഹോസ്റ്റലിൽ ഈ മകൾ രൂപപ്പെടുത്തി എടുക്കുകയാണ്. പല മാതാപിതാക്കളും ഇവിടെ കൃപാസനത്തിൽ പറയാറുണ്ട്, എൻ്റെ മകൾ ഹോസ്റ്റലിലാണ്, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങളൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്ന പ്രകാരമാണ്, ജൂനിയേഴ്സൊക്കെ എൻ്റെ കൂടെ കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. അപ്പോൾ ഈ മകൾ ഈ കിട്ടിയ ദൈവാനുഭവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രകാരമാണ്. ഒരു ദിവസം ഈ മകൾ ഇതേപോലെ ജൂനിയേഴ്സുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കൃപാസനം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ലീപ്പ് പാരാലിസിസ് എന്നൊരു അവസ്ഥയിലേക്ക് ഒരു കൂടെ ഉണ്ടായിരുന്ന മകൾ പോയി. ആ മകളുടെ പേര് സിയ എന്നാണ്. എൻ്റെ പേര് സിയ, ഞാൻ ചേച്ചിയുടെ ജൂനിയറാണ്. ആ മകൾക്കുണ്ടായ ഇപ്രകാരമാണ്. ഈ മകളിങ്ങനെ ഒരു സ്ലീപ്പിംഗ് മൂഡിലോട്ട് പോകുമ്പോൾ വേളാങ്കണ്ണി മാതാവ് ആദ്യം തന്നെ ദർശനത്തിൽ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേളാങ്കണ്ണിയിൽ വെച്ചാണ് ഈ ഉടമ്പടി എന്നുള്ളൊരു ഫസ്റ്റ് സ്പെല്ല് നമുക്ക് ലഭിക്കുന്നത്. പിന്നീടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആ ഒരു എഗ്രിമെൻ്റ് എന്ന് വിജയകുമാർ സാറിന് കിട്ടിയ ഒരു വാക്യത്തെ ഉടമ്പടിയാണെന്ന് പരിശുദ്ധാത്മാവിനാൽ വിവേചിച്ചറിഞ്ഞ് മരിയൻ ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയായി കൃപാസനത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നാണ് നമ്മുടെ മരിയൻ ഉടമ്പടിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ മകൾക്ക് ദർശനത്തിൽ വേളാങ്കണ്ണി മാതാവ് ജീവനോടെ വരികയാണ്. അത് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം മാറി കൃപാസന മാതാവായി. അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ മാതാവ് എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു രൂപം എൻ്റെ സ്വപ്നത്തിൽ വന്നു.
ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ കോരി തരിക്കുക. ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയായിരുന്നു അത്. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 4 തുടർന്നുള്ള എക്സാംസിൻ്റെ എല്ലാ 4-5 വിഷയങ്ങൾ ഇവർക്കുണ്ട്. ആ എക്സാംസിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാതാവ് ആ സമയം ഇവർക്ക് കൈമാറി പറഞ്ഞു കൊടുത്തു. അതായത് പാസ്സാകാൻ ആവശ്യമായിട്ടുള്ള എല്ലാം. അതായത് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു വലിയ മെറിറ്റ് നോക്കാതെ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, പരിശുദ്ധ അമ്മ ആ ഒരു വലിയ കരുണ ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു എന്ന്. അപ്പോൾ ആ മക്കൾക്ക് അങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചു. ഇതാണ് ഒരു ചെറിയ ദൈവാനുഭവമാണ്, പക്ഷേ വലിയൊരു ദൈവാനുഭവം. കാരണം പരിശുദ്ധ അമ്മ നേരിട്ട് കുഞ്ഞുങ്ങളെ ഈ CA-യിലൂടെ ആ സമൂഹത്തിലേക്ക് എത്തി നോക്കിയ ഒരു വലിയ സാക്ഷ്യം. ഇങ്ങനെ പരിശുദ്ധ അമ്മ കടന്നു വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ഹീര എന്ന മകള് എപ്പോഴും പറയും, ഈ അമ്മ വീട്ടിൽ നിന്ന് ഈ മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു അങ്ങനെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇവർ വിചാരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ലോ, ഞങ്ങളും ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആണല്ലോ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദൈവാനുഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർക്കും ഇതേപോലുള്ള ദൈവാനുഭവങ്ങളൊക്കെ മെഴുകുതിരിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയും ഒപ്പം തന്നെ ഇങ്ങനെ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് സിയ എന്ന മകള് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സാക്ഷ്യങ്ങളിലൂടെയെല്ലാം പരിശുദ്ധ ദൈവമാതാവ് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. അത് യുവതി യുവാക്കളുടെ ഇടയിൽ ഈ പ്രത്യക്ഷീകരണ സന്ദേശം 10 മടങ്ങ് വേഗതയിൽ ഞാൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെളിവാക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ ഓടി വരുന്നൊരു സാക്ഷ്യം, തൃശ്ശൂരിൽ നിന്നൊരു മകള് ഒരു ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഉറങ്ങി സ്റ്റോപ്പ് മാറിപ്പോയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ചാടാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ മകളുടെ ഒരു കാലിന് വലിയൊരു ആഘാതമൊക്കെ ഉണ്ടായി. ആ സമയത്ത് സമയഘടികാരൻ നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവിനെ പ്രണയിക്കുന്ന ആ മകളുടെ അടുത്തേക്ക് സമയഘടികാരൻ നെഞ്ചിൽ ചാർത്തിയ അമ്മ തന്നെ ചെന്നാണ് ആ മകളെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് സുഖപ്പെടുത്തിയത്. എന്നിട്ട് പരിശുദ്ധ അമ്മ കൈമാറിയ ഒരു സന്ദേശം ഇപ്രകാരമാണ്. അതായത് ഉടമ്പടിയുടെ ആ രുചി ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ട് ഇത് ഇട്ടേച്ചു പോകുന്ന ഒത്തിരി മക്കളുണ്ട്. അവർക്കുള്ളൊരു രക്തസാക്ഷിത്വ സഹനമാണ് നിൻ്റേത്. അതെ, ഈശോയെ അറിഞ്ഞിട്ടും പിന്തിരിഞ്ഞു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടിയിൽ ജീവിക്കാത്ത മക്കളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാക്കിയാണ് നിന്നെ ഞാൻ ഇവിടെ അൾത്താരയിൽ ഉയർത്തുന്നത് എന്ന് പറഞ്ഞാണ് ആ മകളെ ഈ സാക്ഷ്യപീഠത്തിൽ, അതുപോലെ വീട്ടിലുള്ള ഒരു അവിശ്വാസിയായ മകനെയും കൂടി ഒരു വിശ്വാസത്തിലേക്ക് ആനയിച്ചിട്ടാണ് ആ മകൾ ആ സാക്ഷ്യം തൃശ്ശൂരിൽ മകൾ ഞെട്ടിക്കുന്ന സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഇവിടെയും ഈ മകളെ ഹീര എന്ന മകളെയും ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ അവളുടെ അവിശ്വാസത്തിൻ്റെ കുറവുകളുടെ മേഖലകളിലെല്ലാം കൃപ നിറച്ചുകൊണ്ടാണ് വലിയ സാക്ഷ്യപീഠത്തിൽ ഇപ്പോൾ വലിയ സാക്ഷ്യമായിട്ട് ആ മകളെയും നിർത്തിയിരിക്കുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ മനനം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലോട്ട് 2 തിരുവചന ഭാഗങ്ങളാണ് ഓടി വന്നത്. ഒന്ന് പുറപ്പാട് 34-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടുന്ന് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഒന്ന് മാത്രം, ഇങ്ങനെ ഭയാനകമായ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് ഒന്ന് മാത്രം നീ ചെയ്യണം, അത് അവൻ പറയുന്നത് പോലെ ചെയ്യുക. പുറപ്പാട് 34:11 തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാന്യരെയും ഹിത്യരെയും പെരീശ്വരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും. അതെ, നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തുരത്തും. ഒന്ന് മാത്രം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യാൻ നീ തയ്യാറാകണം. അതെ, ഈ മകളോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നീ പോയി തമിഴ്നാട്ടിൽ കൃപാസനം പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അപ്പോൾ നിന്റെ വിഷയത്തിൽ മാതാവ് ഇടപെടും. അങ്ങനെ കൽപ്പിക്കുന്ന പോലെ ചെയ്തതിന് ശേഷമാണ് ഭയാനകമായ കാര്യങ്ങളൊക്കെ, ആരും കേട്ടാൽ ഭയപ്പെട്ടു പോകുന്ന അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ ഈ ഹീരയുടെ ജീവിതത്തിൽ നടക്കുന്നത്. വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജോഷുവ 3:9 തിരുവചനത്തിൽ ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള, അതായത് ശത്രുക്കളെ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി തെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന
ഒരു തിരുവചന ഭാഗമാണിത്. അത് നിങ്ങൾക്കറിയാം, ജോഷുവ 3:5 തിരുവചനം നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ഉടമ്പടി ആദ്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു തിരുവചന ഭാഗം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നാലെ വരുന്ന വചനഭാഗത്ത് ജോഷുവ 3:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. അവൻ തുടർന്നു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസ്യർ, ഗിർഗാഷ്യർ, അമോര്യർ, ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. അതെ, ദൈവമായ കർത്താവിന്റെ വാക്ക് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ശത്രുക്കളെയും അവിടുന്ന് തുരത്തുക തന്നെ ചെയ്യും. എപ്പോഴാണ്, എങ്ങനെയാണ് തുരത്തുന്നതെന്ന് തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷുവ 3:11. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും. അതെ, വാഗ്ദാന പേടകം മുമ്പേ പോകുമ്പോഴാണ് നിന്റെ മുമ്പിൽ ശത്രുക്കൾ തകർന്നു വീഴുന്നത്. അതെ, പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും, ഈ സാക്ഷ്യം പറയുന്ന സിയ എന്ന മകള് തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം സംഭവിച്ച വലിയ ദൈവിക ഇടപെടലുകൾ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ വിവരിക്കുന്നുണ്ട്. അതായത് തൻ്റെ കാല് പഴുത്തു വരുന്ന അവസ്ഥ സുഖപ്പെടുത്തുന്നതും, അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായ വലിയൊരു ദൈവാനുഭവത്തെയും മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വാഗ്ദാന പേടകമായ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങൾക്ക് മുമ്പേ അയക്കണം. അതെ, ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ച് നിന്റെ ശത്രുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യണം. അതിനുള്ള വലിയൊരു ആഹ്വാനമായിട്ട് കൂടിയിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ പ്രത്യേകമായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അതെ, പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് നാരകീയ ശക്തികളെ എതിരായിട്ട് പോരാടാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ സാക്ഷ്യം നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. ഒരു യോഗ്യതയും ഈ ഹീര എന്ന മകളുടെ നോക്കാതെയാണ് ദൈവമാതാവ് പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെ സന്ദർശിക്കുന്നത്. എപ്പോഴാണ് മരിയൻ ഉടമ്പടി എടുത്ത് ആ മകൾ ബസ്സിൽ കയറുന്നു, ആ സമയം തന്നെ സഞ്ചാരി മാതാവ് ഇവളുടെ കൂടെ കൂടുകയാണ്. ആ സഞ്ചാരി മാതാവ് കൂടെ കൂടിയ ആ സാക്ഷ്യത്തിൻ്റെ ഒരു ക്ലൈമാക്സ്, അതും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ സിയയിലൂടെ ലഭിച്ച പരിശുദ്ധ ദൈവമാവിൻ്റെ പ്രത്യക്ഷീകരണ ദൈവാനുഭവത്തോടുകൂടിയാണ് അത് സമാപിപ്പിക്കുന്നത്. അതെ, കൃപാസനത്തിൽ നടന്നിട്ടുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും പുതിയ സാക്ഷ്യമാണിത്. മറ്റൊരു കാര്യം കൂടി ഈ ഒരു പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യുവതിയുവാക്കളുടെ ഇടയിൽ പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായിട്ട് ഇടപെട്ട് അവരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അവരെ ഓരോരുത്തരെയും ആകർഷിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നും കൂടി വെളിവാക്കുന്നതാണ് ഈ ഒരു സാക്ഷ്യം. നമ്മുടെ കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയിലെ പ്രദക്ഷിണത്തിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെ നമ്മൾ സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉടമ്പടി പ്രഖ്യാപനത്തിനായിട്ട് ഈ പ്രദക്ഷിണത്തിന് പോകുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ചന്ദനത്തിരി പുകച്ച് കയ്യിൽ എന്തുന്നുണ്ട്, ഒപ്പം തന്നെ ദീപങ്ങളും എന്തുന്നുണ്ട്. ഇപ്പോൾ ഈ ദീപം പ്രതിനിധീകരിക്കുന്നത് പഴയ നിയമത്തിൽ, അതായത് പുറപ്പാട് ജനതയ്ക്കൊപ്പം അഗ്നിസ്തംഭമായി കൂടെ യാത്ര ചെയ്ത ദൈവിക സാന്നിധ്യത്തെയാണ്. ഒപ്പം തന്നെ ഈ ചന്ദ്രത്തിരിയിലൂടെ പ്രതിനിധീകരിക്കുന്നത് അതെ പകൽ സമയങ്ങളിൽ മേഘസ്തംഭമായി അവരുടെ കൂടെ സഞ്ചരിച്ച ദൈവിക സാന്നിധ്യത്തെയാണ്. അങ്ങനെ നമ്മുടെ ഈ കൃപാസനത്തിൽ നടക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയുള്ള മരിയൻ ഉടമ്പടി ഏറ്റവും ബിബ്ലിക്കൽ ഒരു ഫൗണ്ടേഷനുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. അതിനൊരു ആഴമൊക്കെ അറിഞ്ഞ് ഈ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വലിയ ദൈവാനുഭവങ്ങളാണ് കിട്ടുന്നത്. അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന 6 നിബന്ധനകൾ അതിൻ്റെ അനുധാരികളൊക്കെ ഉണ്ട്.
അത് മാത്രമല്ല നിങ്ങൾ ചെയ്യണം, അതിൽ കൂടുതൽ ചെയ്യണം. പഴയ നിയമത്തിലെ ഏറ്റവും അതിൻ്റെ ഹൃദ്യമായ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ ഭൃത്തിനെ തുടക്കി കൈവച്ച് പ്രതിജ്ഞ ചെയ്യിച്ച് തൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് യാത്രയാക്കുന്നുണ്ട്. അപ്പോൾ ഈ റബേക്ക എന്ന മകളെ കണ്ടുമുട്ടുമ്പോൾ ആ മകൾ ചെയ്യുന്ന വലിയൊരു ഉടമ്പടി പ്രവൃത്തിയുണ്ട്. ആ മകളോട് ഈ ഭൃത്യൻ പറയുന്നുണ്ട്, അതായത് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാൻ പറഞ്ഞപ്പോൾ ആ മകള് വെള്ളം കോരി കൊടുക്കുക മാത്രമല്ല, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാമെന്ന് പറയുന്നു. അതായത് എന്താണ് ചോദിക്കുന്നത് അത് കൂടുതലായിട്ട് ഈ മകൾ ചെയ്തു, റബേക്ക എന്ന മകൾ. ആ മകൾ കിട്ടിയ സമ്മാനം എന്താണ്? ഇസ്ഹാക്കിൻ്റെ ഭാര്യയായി ഈ മകൾ. അതെ, മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയ ആപ്തമാക്കിയത് അധികമായിട്ട് ചെയ്യുക. അതായത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, എല്ലാവരേക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ അധ്വാനിക്കാനുള്ള വലിയ കൃപ, ആത്മാഭിഷേകം നിറയുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ള വലിയൊരു അഭിഷേകം, അത് നിങ്ങൾ മരിയൻ ഉടമ്പടിയിൽ ചോദിച്ചു വാങ്ങണം. അത് ഈ 2 സന്ദേശങ്ങളാണ് പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇക്കാലഘട്ടത്തിൽ പരിശുദ്ധമ്മ യുവാക്കളുടെ ഇടയിൽ, യുവതി യുവാക്കളുടെ ഇടയിൽ ഈ പ്രത്യക്ഷീകരണ സന്ദേശം അതിവേഗം കൈമാറാൻ ആഗ്രഹിക്കുന്നു. മരിയൻ ഉടമ്പടി എടുത്ത് നിങ്ങൾ ഓരോരുത്തരും അധികമായിട്ട് ചെയ്യാൻ, അതായത് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അധികമായിട്ട് ചെയ്ത് കൃപ ആർജിക്കുവാനുള്ള വലിയൊരു വെളി കൂടിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുറച്ച് ശാരീരിക അസ്വസ്ഥതകളും പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. അതെല്ലാം പരിശുദ്ധ ദൈവമാതാവ് വലിയ കൃപകളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ഓരോ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മക്കളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ പ്രത്യേകമായിട്ടുള്ള ഈ ലിവിങ് ഒറക്കിൾ എപ്പിസോഡിലൂടെ ഈശോയെ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളിലൂടെ നീ സംസാരിച്ചു കൊണ്ടിരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം അതിവേഗം പ്രചരിപ്പിക്കുവാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും, ഏറെ പ്രത്യേകിച്ച് യുവതി യുവാക്കളെ, പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കിട്ടിയ വലിയ വലിയ ദൈവിക ഇടപെടലുകൾ, ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരിലേക്കും കൈമാറ്റം ചെയ്തുകൊണ്ട് വലിയ മരിയൻ പ്രത്യക്ഷീകരണ സാക്ഷികളായി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.